Meet the editors. ഉപതെരഞ്ഞെടുപ്പിലെ ജനവിധി എന്തെന്ന് നാളെ അറിയാം. വയനാടും ചേലക്കരയും പാലക്കാടും ആർക്കൊപ്പം എന്നതിന്റെ ഉത്തരം രാവിലെ 9 മണിയോടെ വ്യക്തമാകും. പോളിംഗിലെ കുറവ് അനുകൂലമാകുമെന്ന അവകാശവാദം ഓരോ മുന്നണിയും ഇതിനോടകം ഉന്നയിച്ചു കഴിഞ്ഞു. ജനവിധി എന്തെന്നറിയാൻ മണിക്കൂറുകളുടെ കാത്തിരിപ്പ് കൂടി. പ്രതീക്ഷയുടെ കണക്കുകൂട്ടലുകളുമായി 3 മുന്നണികൾ. പെട്ടി തുറക്കുമ്പോൾ ജനങ്ങൾ ആർക്കൊപ്പം? കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിലയിരുത്തലാകുമോ വിധി? പ്രചാരണത്തിലെ ആവേശം വോട്ടാവാത്തത് ആരെ തുണയ്ക്കും? പോളിംഗ് ശതമാനത്തിലെ കുറവ് ആർക്ക് തിരിച്ചടിയാകും? വിമതരും സ്വതന്ത്രരും നേടിയ വോട്ട് ചോരുന്നത് ആരുടെ പെട്ടിയിൽ നിന്ന്? ആരോപണ പ്രത്യാരോപണങ്ങൾ വോട്ടിങ്ങിനെ സ്വാധീനിച്ചോ? പരസ്യാവകാശവാദങ്ങളും രഹസ്യ കണക്കുകൂട്ടലുകളും തുണയ്ക്കുമോ? ചോദ്യങ്ങൾ ഏറെയുണ്ട്. ഉത്തരം കിട്ടാൻ കാത്തിരിക്കാം നാളെ രാവിലെ വരെ. അടിയൊഴുക്കുകൾ നിശ്ചയിക്കുമോ? അടിയൊഴുക്കുകൾ നിശ്ചയിക്കുമോ എന്നാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, അടിയൊഴുക്കുകൾ നിശ്ചയിക്കുമോ എന്നാണ് ചോദ്യം. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അടിയൊഴുക്കുകളാണല്ലോ ആത്യന്തികമായിട്ട് ആ റിസൾട്ടിനെ തീരുമാനിക്കുക. ഇപ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? കോൺഗ്രസ്സിൽ ആര് മുഖ്യമന്ത്രിയാകണമെന്ന് ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് 21 തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ 99 സീറ്റുകൾ നൽകി CPM വീണ്ടും അധികാരത്തിലെത്തിച്ചത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു തുടർഭരണം ഉണ്ടായത്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ ഈ മുകൾ തട്ടിൽ കാണുന്ന ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളായിരിക്കണമെന്നില്ല ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ തീരുമാനിക്കുന്നത്. പല ഘടകങ്ങൾ ഒരേ സമയം പ്രവർത്തിച്ചുകൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തേക്ക് വരിക. ആ അർത്ഥത്തിൽ അടിയൊഴുക്കുകൾ നിശ്ചയമായും ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധിയുടെ വരവും അതുണ്ടാക്കിയ ഇമ്പാക്റ്റും ആ മണ്ഡലത്തിൽ സ്വതവേ UDF-നുള്ള ആധിപത്യവും. ആ ആധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ച് വിജയിച്ചു വരും. പാലക്കാട് നിശ്ചയമായും ഞാൻ തുടക്കം മുതൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെയാണ് അഡ്വാൻറ്റേജ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു വരും എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. എന്നാൽ ചേലക്കരയെ സംബന്ധിച്ച് അത് പ്രവചനാതീതമായൊരു മണ്ഡലമാണ്. അറ്റ്ലീസ്റ്റ് കോൺഗ്രസ്സിന് അതൊരു പ്രവചനാതീതമായ തെരഞ്ഞെടുപ്പാക്കി മാറ്റാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ രാഷ്ട്രീയമായ 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ ചേലക്കരയെ സംബന്ധിച്ച് ഞാൻ കാണുന്നൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അവിടെ പ്രദീപും രമ്യ ഹരിദാസും നല്ല സ്ഥാനാർത്ഥികൾ തന്നെയാണ്. അവർ രണ്ടുപേരും മത്സരിക്കുമ്പോൾ അവർ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ തന്നെയാണ് ഈ ലാസ്റ്റ് ലാപ്പിലും നിൽക്കുന്നത്. അവിടെ കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ സംവാദം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ പാലക്കാട് പോലെ പലതരത്തിലുള്ള വിവാദങ്ങളിൽ പെട്ടുപോയൊരു തെരഞ്ഞെടുപ്പായിരുന്നില്ല ചേലക്കരയിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ അല്പം മുമ്പ് UR പ്രദീപ് നമ്മുടെ ലൈവിൽ വന്ന സമയത്ത് തന്നെ അത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഈ സർക്കാർ വിരുദ്ധ തരംഗം അടക്കമുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമായി തന്നെ മാറിയിട്ടുണ്ടെന്ന് പ്രദീപ് തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോഴും അവിടെ സ്ഥാനാർത്ഥി ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്നത് ഇടതുപക്ഷ കോട്ടയാണ്. ഇടതുപക്ഷ കോട്ടയിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് മുൻതൂക്കം. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ എപ്പോഴും അത് സംസ്ഥാന സർക്കാരിൽ അധികാരത്തിലിരിക്കുന്ന ആ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൂടിയുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. അതിനെതിരായിട്ടൊരു വികാരമുണ്ടെങ്കിൽ അത് വളരെ ശക്തമായി ഉപതെരഞ്ഞെടുപ്പുകളെ ബാധിക്കും. ഞാൻ ഈ പാലക്കാട്ടത്തെ വിഷയത്തിൽ ഇപ്പം വരുത്തനായ സ്ഥാനാർത്ഥി എന്ന് തുടങ്ങുന്ന ആ വിവാദമുണ്ടല്ലോ, അവിടെ മുതൽ ഇങ്ങോട്ട് എടുക്കുന്ന വിവാദങ്ങളൊന്നും തന്നെ വോട്ടേഴ്സിനെ സ്വാധീനിക്കാനോ അവരുടെ തീരുമാനത്തെ മാറ്റാനോ കഴിയുന്ന വിവാദങ്ങളായിട്ട് വിലയിരുത്തുന്നില്ല. ഓഫ് കോഴ്സ് അത്തരം വിവാദങ്ങളൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൽ ചർച്ച ചെയ്യപ്പെടുമെങ്കിൽ കൂടിയും വോട്ടർമാരെ അവരുടെ തീരുമാനം എടുപ്പിക്കുന്നത് പ്രധാനമായും കേരളത്തിൽ വോട്ടർമാരെന്ന് പറയുന്നത് വളരെ പൊളിറ്റിക്കലായ വോട്ടർമാരാണ്. ആ പൊളിറ്റിക്കലായിട്ടുള്ള നോളജ് അവർക്കുണ്ട്, ആ രാഷ്ട്രീയ ബോധ്യങ്ങളുണ്ട്. ആ രാഷ്ട്രീയ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവരവരുടെ വോട്ടവകാശം വിനിയോഗിക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ട്രോളി വിവാദം, അല്ലെങ്കിൽ സന്ദീപ് വാര്യർ അങ്ങോട്ട് പോയി, അല്ലെങ്കിൽ സരിൻ മറുകണ്ഠം ചാടി എന്നതിനൊക്കെ അപ്പുറത്ത് എന്താണ് എൻ്റെ രാഷ്ട്രീയ നിലപാട് എന്നതിനെ ആശ്രയിച്ച് തന്നെയാണ് ഞാൻ വോട്ട് രേഖപ്പെടുത്തുക. അതിൽ ഒരു 20 to 25% മറ്റ് വിവാദങ്ങളൊക്കെ സ്വാധീനം ചെലുത്തുക. ഇവിടെ ഇപ്പോൾ പാലക്കാട് പിന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ
നിലനിൽക്കുന്ന ഒരു നിയോജക മണ്ഡലം തന്നെയാണ്. അവിടെ കർഷകരുടെ പ്രശ്നങ്ങളുണ്ട്, അവിടെ നിർമ്മാണ തൊഴിലാളികളുടെ പ്രശ്നങ്ങളുണ്ട്, അവിടെ ക്ഷേമ പെൻഷൻ്റെ പ്രശ്നങ്ങളുണ്ട്, അവിടെ ഈ സപ്ലൈകോയിൽ അടക്കമുള്ള സ്ഥലങ്ങളിലെ സാധനമില്ലായ്മയുടെ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ആ വോട്ടർമാർ വളരെ ഗൗരവത്തോടെ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ആ മണ്ഡലത്തിൻ്റെ വികസനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ആ മണ്ഡലത്തിലെ വികസനത്തിൻ്റെ പ്രശ്നങ്ങളും വളരെ ഗൗരവതരമായിട്ട് ചർച്ച ചെയ്യപ്പെടും. അതായത് ഉപരിപ്ലവമായ വിവാദങ്ങൾക്കപ്പുറത്ത് യഥാർത്ഥ രാഷ്ട്രീയ ബോധ്യങ്ങളോടുകൂടി ഈ 3 മണ്ഡലങ്ങളിലും വോട്ടിംഗ് നടക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഈ 3 മണ്ഡലങ്ങളിലെയും ഫലങ്ങൾ, പുറത്തു വരാനിരിക്കുന്ന ഫലങ്ങൾക്ക് നിർണായകമായ സ്വാധീനം ഇനി വരാനിരിക്കുന്ന നാളുകളിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നതിൻ്റെ സൂചനകൾ ഈ 3 ഫലങ്ങളും തരും. പ്രത്യേകിച്ച് ചേലക്കരയും അതുപോലെ തന്നെ പാലക്കാടും തരും. പാലക്കാട് BJP ആണ് വിജയിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നതെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം 2026 നടക്കാനിരിക്കുന്ന കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരൊരു ശക്തിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ 18ഓളം മണ്ഡലങ്ങളിൽ മുൻതൂക്കം നേടാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് BJP വലിയ പ്രതീക്ഷയോടുകൂടിയാണ് 2026 നോക്കിക്കാണുന്നത്. ഒരുപക്ഷെ 2 അക്കത്തിലേക്ക് നിയമസഭയിൽ അവരുടെ പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് തന്നെ അവർ പ്രതീക്ഷിക്കുന്നു. അതിനനിവാര്യമാണ് പാലക്കാട്ടെ വിജയം എന്ന് പറയുന്നത്. ചേലക്കര നിലനിർത്തുക എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. കാരണം ഒരു ആൻറ്റി ഇൻകംബൻസി വർക്ക് ചെയ്യുന്നില്ല എന്ന് തെളിയിക്കണമെങ്കിൽ, അതായത് ഇനിയും ഒരു തുടർഭരണത്തിൻ്റെ സാധ്യത നിലനിൽക്കുന്നു എന്ന് തെളിയിക്കണമെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ചേലക്കര അവർക്ക് നിലനിർത്തേണ്ടതുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ കാര്യമെന്ന് പറയുന്നത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ്. പാലക്കാട് നോക്കൂ, 2021 തുടർഭരണം ഉണ്ടായപ്പോൾ മുതൽ ആ പാർട്ടി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളുണ്ട്. നിശ്ചയമായും തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും അവർക്ക് ഉപതെരഞ്ഞെടുപ്പ് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു യാഥാർത്ഥ്യവുമാണ്. എന്നാൽ പാലക്കാട് അങ്ങനെയല്ല. ഞാൻ വിചാരിക്കുന്നത് 26 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പ് എന്ന് ആയിട്ട് ഞാൻ കാണുന്നത് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് ഈ സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ഉണ്ടാകുന്ന 2 പ്രതിസന്ധികളുണ്ട്. ഒന്ന്, ആ പാർട്ടിക്കകത്തുണ്ടാകുന്ന ആഭ്യന്തര പ്രതിസന്ധിയുണ്ട്, ആ പാർട്ടിക്കകത്ത് വലിയ പൊട്ടിത്തെറികൾക്ക് സാധ്യതയുണ്ട്. 2, എന്താണ് ഇപ്പോൾ ഇനി കോൺഗ്രസിന് വിജയസാധ്യതയില്ലാത്തൊരു സംസ്ഥാനമായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊരു രാഷ്ട്രീയ ബോധമുണ്ടാകാൻ, ഒരു പൊതുബോധം രൂപപ്പെടാൻ പാലക്കാട്ടെ തിരിച്ചടി അഥവാ ഉണ്ടാവുകയാണ് എങ്കിൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറും. ആ അർത്ഥത്തിലൊക്കെ CPM-നെ സംബന്ധിച്ചും BJPയെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും വളരെ വളരെ പ്രധാനമായ തിരഞ്ഞെടുപ്പുകളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് വയനാട് പ്രിയങ്ക ഗാന്ധി വളരെ ലളിതമായി വിജയിച്ചു വരും. അക്കാര്യത്തിൽ കേരളത്തിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെയാണ് മുൻതൂക്കം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു വരും എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. അതിൻ്റെ കണക്കുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, പല ചർച്ചകളിലായിട്ടത് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതേപോലെ ചേലക്കര പ്രവചനാതീതമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്മൃതി, നമ്മൾ സാധാരണ ഉപതെരഞ്ഞെടുപ്പിൽ പൊതുവെ ഉയർന്ന പോളിംഗ് കാണാറുണ്ട്. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിൽ 3 ഉയർന്ന പോളിംഗ് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ പാലക്കാടിലേക്ക് വരികയാണെങ്കിൽ ഇതുവരെ കാണാത്ത വീറും വാശിയും മുന്നണികൾ തമ്മിലുണ്ടായിരുന്നു. അതിശക്തമായ ആരോപണ പ്രത്യാരോപണങ്ങൾ, ഇതൊന്നും പക്ഷേ പോളിംഗിൽ പ്രതിഫലിച്ചില്ല എന്നുള്ളത് നമ്മളിപ്പോൾ ഈ കാണുന്ന, നമ്മൾ വാർത്തകളിൽ ദിവസം വായിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളല്ല ജനം വിലയിരുത്തിയത് എന്നതിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുകയാണ്. ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ, അതിലേക്ക് നമ്മൾ വല്ലപ്പോഴുമൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് കടന്നു പോയിട്ടുണ്ടാകാം, ഒരു ചോദ്യമായി പോയിട്ടുണ്ടാകാം എന്നതിലപ്പുറം നമ്മൾ അവിടെ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾ, പരസ്പരം ഉണ്ടാക്കിയിരിക്കുന്ന ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതല്ല യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. അതിലപ്പുറം തന്നെ ഈ 3 പാർട്ടികളും തമ്മിൽ വ്യത്യാസമില്ലാത്ത രീതിയിൽ, അതിർവരമ്പുകളില്ലാത്ത രീതിയിൽ, പ്രത്യയശാസ്ത്ര ബാധ്യതകളില്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആളുകൾക്ക് പോകാനും വരാനും ഒക്കെ എളുപ്പം സാധിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്ന് പാലക്കാട് ഇരു പാർട്ടികളും തെളിയിക്കുകയാണെന്നുള്ളതാണ്. അപ്പുറത്ത് BJP ആയാലും 2 പാർട്ടികളിൽ നിന്നും ഞങ്ങൾക്ക് വോട്ട് കിട്ടുന്നുണ്ടല്ലോ എന്ന കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. സന്ദീപ് വാര്യർ എന്ന ഒരു RSS നേതാവ്, RSSൽ വളർന്ന് RSSകാരനായി മുന്നോട്ട് പോയിരിക്കുന്ന ഒരു നേതാവ് അപ്പുറത്തേക്ക് കോൺഗ്രസിലേക്ക് പോകാൻ വളരെ ചെറിയ സമയം കൊണ്ട് സാധിച്ചു. അപ്പുറത്ത് സരിൻ എന്നൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരേണ്ടി വന്നു. അല്ല, പാർട്ടിക്കൊരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വയ്ക്കാൻ പറ്റാതെ പോയി. അപ്പോൾ പാർട്ടി ചിഹ്നം മുന്നോട്ട് വയ്ക്കാൻ പറ്റാതെ പോയി. കാരണം പാലക്കാട് ഒരു വലിയ തെരഞ്ഞെടുപ്പാണെന്ന് പറയുമ്പോൾ അവിടെ പാർട്ടി ചിഹ്നം വേണ്ടിയിരുന്നു എന്നുള്ള അഭിപ്രായമുള്ളവരുമുണ്ട്. അപ്പോൾ സരിൻ വരുമ്പോൾ സരിനെ സ്വീകരിക്കാൻ അണികൾ തയ്യാറാകണം, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ തയ്യാറാകണം. അപ്പുറത്ത് സന്ദീപ് വാര്യർ വരുമ്പോൾ സന്ദീപ് വാര്യരെ പൂർണ്ണ
പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറാകണം എന്നൊരു സന്ദേശം നേതൃത്വം നൽകുന്നു. അത് എത്രത്തോളം ഈ അണികൾ എടുക്കുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ വലിയ ഭൂരിപക്ഷമൊന്നും സംഭവിക്കില്ലെങ്കിലും നല്ല ഇഞ്ചോടിഞ്ച് മത്സരം തന്നെയാണ്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കാൻ തന്നെയാണ് സാധ്യത. ചേലക്കരയിലും അതിശക്തമായ തെരഞ്ഞെടുപ്പ് അവിടെ നടക്കുന്നുണ്ട്. വയനാട്ടിലെ കാര്യം നമുക്കറിയാം. വയനാട്ടിലും ഒരു നിസ്സംഗത സംഭവിച്ചിട്ടുണ്ട്. അവിടെ ഈ ദുരന്തം വലിയ രീതിയിൽ തന്നെ വോട്ടർമാരെ ബാധിച്ചിട്ടുണ്ട്. അത് പോളിംഗിലും പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പാലക്കാടേക്ക് വീണ്ടും വരികയാണെങ്കിൽ ഇങ്ങനെയാണോ ഒരു തിരഞ്ഞെടുപ്പിൽ പെരുമാറേണ്ടത് എന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പുനരാലോചിക്കേണ്ട ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക എന്നൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ ആരോപണങ്ങളുടെ ഒക്കെ സ്വഭാവവും രീതികളും ഒക്കെ മാറുന്നു. CPM രീതിയെക്കുറിച്ചാണ് എനിക്കതിൽ കൂടുതൽ ദുഃഖം തോന്നുന്നത്. കാരണം കുറച്ചു കാലമായ ആ ഒരു രീതിയിലേക്ക് അവർ വരുന്നു. വടകരയിലും കണ്ടതാണ്. ഇപ്പം നോക്കൂ, ഇന്നത്തെ വാർത്ത പോലും കാഫിർ സ്ക്രീൻഷോട്ടിൽ പോലീസ് ഇതുവരെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. ഇന്ന് കോടതി അന്ത്യശാസനം നൽകിയ ദിവസമാണ്. അപ്പോൾ ഇതൊക്കെ വെറുതെ ബഹളം വെച്ച് ആളുകളെ മോശക്കാരാക്കുന്ന രീതിയിൽ, വർഗീയ ആരോപണം ഉന്നയിക്കുന്ന രീതിയിലൊക്കെ ഒരു പ്രചാരണത്തിലേക്ക് വരിക. ഇപ്പോൾ പാലക്കാടാണെങ്കിൽ SDPI ബന്ധം എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതൊക്കെ ന്യൂനപക്ഷ വോട്ടിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് അതിപ്പോൾ ആർക്ക് നേട്ടമുണ്ടാക്കുമെന്നതിനേക്കാൾ ഇങ്ങനെയാണോ പ്രചാരണം നടത്തേണ്ടത് എന്നൊരു ചോദ്യം CPM നേരിടേണ്ടതുണ്ട്. അപ്പുറത്ത് സന്ദീപ് വാര്യർ എന്ന RSSകാരനെ ആശ്രയിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതിനു മുന്നും പറഞ്ഞ കാര്യങ്ങൾ, സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ എന്ന് മറക്കാനുള്ള സമയമായോ? ഒരാൾ ഞാനിത് എല്ലാം അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോഴേക്കും എല്ലാം അവസാനിപ്പിച്ചു എന്നൊരു ബോധ്യത്തിലേക്ക് കോൺഗ്രസ് എത്തുകയാണെന്ന ചോദ്യമൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് പാലക്കാട് തെരഞ്ഞെടുപ്പും ചേലക്കര തെരഞ്ഞെടുപ്പ് CPMനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. കാരണം ഭരണവിരുദ്ധ വികാരം എന്നുണ്ടെങ്കിൽ അത് ചേലക്കരയിൽ പ്രതിഫലിച്ചിരിക്കും. അല്ലെങ്കിൽ മറിച്ചാണെങ്കിൽ കോൺഗ്രസ് അത് സമ്മതിക്കേണ്ടിയും വരും. കാരണം ഭരണവിരുദ്ധ വികാരം അത്ര ശക്തമാകേണ്ടതുണ്ടെങ്കിൽ ചേലക്കര എന്ന് വെച്ചാൽ സിറ്റിംഗ് സീറ്റാണ്. CPMനെ സംബന്ധിച്ച് അത്രയും പോരാട്ടം അവിടെ നടന്നിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ കോൺഗ്രസ് ഒരു തൃക്കാക്കര മുതൽ ഒരു രീതി കൊണ്ടുവന്നിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ മാനേജ്മെൻറ്റ്. അപ്പോൾ ആ രീതിയിൽ തന്നെ നേതാക്കളെ നേരത്തെ തന്നെ എത്തിച്ച് ബൂത്ത് തലത്തിൽ തന്നെ പ്രവർത്തനം നടത്തി. അവിടെ ഒരു തരത്തിലും പാർട്ടി സംഘടനാ സംവിധാനം ഉണ്ടായിരുന്നില്ല. അതൊക്കെ ശക്തമാക്കി പഴയ നേതാക്കളെയൊക്കെ ഒഴിവാക്കി യുവാക്കളെ എടുത്ത് അങ്ങനെയൊക്കെയാണ് കോൺഗ്രസ് അവിടെ ശ്രമിച്ചിരിക്കുന്നത്. ആ ശ്രമം ഫലവത്തായിട്ടില്ലെങ്കിൽ കോൺഗ്രസിന് പൂർണ്ണമായ ശ്രമങ്ങൾ തന്നെ അവസാനിപ്പിക്കാമെന്നുള്ളൊരു മറുപടി കൂടി കോൺഗ്രസിന് അവിടെ ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ നേതാക്കളെ സംബന്ധിച്ചാലും VD സതീശനെ സംബന്ധിച്ചാലും പിണറായി വിജയനെ സംബന്ധിച്ചാലും ഈ ഉപതെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ്. രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ തുടർച്ചയായി വരുന്നതിനോട് ജനം എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നൊരു കാര്യം കൂടിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനം വോട്ട് ചെയ്യാനൊക്കെ മടിക്കുകയാണോ എന്നുകൂടി തോന്നേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് മാറിയെന്നൊരു വിഷയം കൂടി അവിടെ നിൽക്കുന്നു. മറിച്ച് BJP തൃശ്ശൂരിൻ്റെ ഒരു തുടർച്ച അവിടെ ആഗ്രഹിക്കുമ്പോൾ അതിലേക്കുള്ള ശ്രമങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഇനി ഏതായാലും മണിക്കൂറിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ പ്രചാരണ രീതി ഒരു തരത്തിലും അനുകരിക്കാവുന്ന, അല്ലെങ്കിൽ ഇനി ഇതിൻ്റെ പാലക്കാടൻ രീതിയുടെ ഒരു തുടർച്ച ഉണ്ടാകരുത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇനി ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ രൂപത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പാടില്ല എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. നാളെ റിസൾട്ട് വരുമ്പോൾ അത് കേരളം ഒരുപക്ഷെ കാത്തിരുന്ന ഫലം തന്നെ ആവാനാണ് സാധ്യത. ഒരു സ്റ്റാറ്റസ് കോ റിസൾട്ടിലും ഉണ്ടാവാനുള്ള സാധ്യത തെളിയുന്നു. വയനാടും പാലക്കാടും UDFും ചേലക്കരയിൽ LDFും എന്ന പഴയ നിലയിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ തിരിച്ചു പോയേക്കാം. അടിയൊഴുക്കുകൾ നമ്മളോട് പറയുന്നതും അങ്ങനെ തന്നെയാണ്. നോക്കൂ, പാലക്കാട് UDFിനെ സംബന്ധിച്ചുള്ള ഒരു ആശങ്ക നേരത്തെ പറഞ്ഞതുപോലെ പിരായിരി മണ്ഡലത്തിലും മാത്തൂരിലും കണ്ണാടിയിലും മുനിസിപ്പാലിറ്റിയിലുമായിട്ടുണ്ടാകുന്ന പോൾ ശതമാനത്തിൻ്റെ കുറവാണ്. അത് വളരെ റിലേറ്റീവായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മളൊന്ന് കണക്ക് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ 80%-ലധികം പോൾ ചെയ്ത ബൂത്തുകളിൽ ആ ബൂത്തുകളിൽ ഏതെങ്കിലുമൊക്കെ പാർട്ടിക്ക് അപ്രമാദിത്വമുള്ള ബൂത്തുകളായിരിക്കും സ്വാഭാവികമായും. നമ്മൾ നോക്കിയാൽ കാണാം ആ വേരിയേഷൻ. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ അങ്ങനെ 5ഓളം ബൂത്തുകളുണ്ട് 80%-ലേറെ പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതാകട്ടെ 5ഉം നിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം NDAയുടെ ശക്തി കേന്ദ്രങ്ങളിലുമാണ്. മൂത്താന്തരയാണെങ്കിലും വടക്കാന്തരയാണെങ്കിലും കണ്ണകിയമ്മനാണെങ്കിലും ഈ പറയുന്ന ബൂത്തുകളിൽ 5 എണ്ണം. ഇനി പിരായിരിയിലേക്ക് വരൂ. UDFിന് പരമ്പരാഗതമായ ശക്തി കേന്ദ്രങ്ങളായ കഴിഞ്ഞ തവണ 6-7 ബൂത്തുകളിൽ 80%-ഓളം കടന്ന പിരായിരിയിൽ ഇത്തവണ 80% കടന്നിരിക്കുന്നത് കേവലം 2 ബൂത്തുകളിലാണ്. ഇനി കണ്ണാടിയിലും മാത്തൂരിലേക്കും വരൂ. കണ്ണാടിയിലും മാത്തൂരിലും 9ഉം 8ഉം വീതമാണ് 80%-ലധികം വോട്ടിംഗ് നടന്നിരിക്കുന്ന ബൂത്തുകളുള്ളത്. ഈ ട്രെൻഡ് നമ്മൾ ഒരൊറ്റ നോട്ടത്തിൽ നോക്കിയാൽ
UDFിനെ അസ്വസ്ഥപ്പെടുന്ന ഒരു ട്രെൻഡാണ്. കാരണം പിരായിരിയിൽ UDFിന് അനുകൂലമായൊരു വോട്ടിംഗ് തരംഗം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ അവിടെ 80% പോൾ ചെയ്ത ബൂത്തുകളുടെ എണ്ണം മറ്റു 3 ഇടങ്ങളെക്കാൾ കുറവാണ് എന്നുള്ളത് നമ്പർ 1. എന്ന് പറഞ്ഞാൽ ഒരു തരംഗം, ഒരു വേവ് അവിടെ വിസിബിൾ ആണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതായത് പാലക്കാട് മണ്ഡലത്തിൽ ഒരു വേവ് ഉണ്ടായിട്ടില്ല. ചേലക്കര മണ്ഡലത്തിൽ ഒരു സ്റ്റാറ്റസ് കോ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള കണക്കുകളാണ് നമ്മൾ കാണുന്നത്. ഞാൻ ആ കണക്ക് വിശദീകരിക്കാം. വയനാട് മണ്ഡലത്തിൽ മറ്റൊന്നും അപ്രതീക്ഷിതമായി സംഭവിക്കുന്നില്ല. പക്ഷേ 9% ഇടിവ് പ്രിയങ്ക ഗാന്ധിക്ക് ഒരു പക്ഷേ 3 ലക്ഷത്തോളം വരുന്ന ഒരു ഭൂരിപക്ഷം മാത്രമേ സമ്മാനിക്കൂ. 5 ലക്ഷം 6 ലക്ഷം തുടങ്ങിയ ഭൂരിപക്ഷത്തിലേക്കൊന്നും പോകില്ല. വയനാട്ടിലെ അടിയൊഴുക്ക് എന്താണ്? വയനാട്ടിൽ സാധാരണക്കാരായ വോട്ടർമാർക്ക് ഈ ഉപതെരഞ്ഞെടുപ്പ് ഒരു അനാവശ്യമായ ഉപതെരഞ്ഞെടുപ്പായിരുന്നു എന്നുള്ള വോട്ടർമാരുടെ ഒരു അപ്പതി, വോട്ടർമാരുടെ ഒരു നിസ്സംഗത വയനാട്ടിലെല്ലായിടത്തും കാണാമായിരുന്നു. ആ നിസ്സംഗതയാണ് 9% ഇടിച്ചിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയോടുള്ളൊരു എതിർപ്പോ ഏതെങ്കിലും തരത്തിൽ സർക്കാരിനോടുള്ള വിയോജിപ്പോ BJPയോടുള്ള വിരോധമോ അല്ല. പകരം 6 മാസത്തിനിടയിൽ ഒരു തിരഞ്ഞെടുപ്പിന് അവിടുത്തെ വോട്ടർമാർ തയ്യാറായിരുന്നില്ല. വോട്ടർമാരുടെ ഒരു അപ്പതി ഏറ്റവും കൂടുതൽ പ്രകടമായത് വയനാട്ടിലാണ്. അതാണ് ഏറ്റവും പ്രധാനം. മാത്രവുമല്ല, വയനാട്ടിലെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടാതെ നിൽക്കുന്നു. വന്യജീവി സംഘർഷമാണെങ്കിലും രാത്രി ഗതാഗത നിയന്ത്രണമാണെങ്കിലും അതേപോലെ വയനാട്ടിലെ ഉരുൾപൊട്ടൽ പരിസ്ഥിതി പ്രശ്നമാണെങ്കിലും ബഫർ സോൺ വിഷയമാണെങ്കിലും ഈ വിഷയങ്ങളൊന്നും LDFോ UDFോ കൈകാര്യം ചെയ്യുന്നതിൽ ദയനീയമായി പരാജയപ്പെടുന്നു. വയനാടിൻ്റെ ദുരിതാശ്വാസ പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൻ്റെ നിസ്സഹായാവസ്ഥ അല്ലെങ്കിൽ കേന്ദ്രം കൈമലർത്തുന്നതും ഈ തെരഞ്ഞെടുപ്പിനിടയിൽ ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഒരു വോട്ടർമാരുടെ നിസ്സംഗതയാണ് വയനാട്ടിലെ തെരഞ്ഞെടുപ്പിൻ്റെ അടിയൊഴുക്ക്, ആ വോട്ടർ ശതമാനം കുറച്ചത്. പ്രിയങ്ക ഗാന്ധിക്ക് ആ ഘട്ടത്തിൽ 3 ലക്ഷം മാത്രം ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സഹായിക്കുന്നത്. ദാറ്റ് ഈസ് നമ്പർ 1. നമ്പർ 2, ഇനി ചേലക്കരയിലേക്ക് എത്തിയാൽ അവിടെ സ്റ്റാറ്റസ് കോ നിലനിൽക്കും എന്ന് പറയാനുള്ള കാര്യം നോക്കൂ. ചേലക്കര മണ്ഡലത്തിൽ 2019 2021 2016 തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കി. 2016 ഈ UR പ്രദീപ് 10,000 വോട്ടിന് വിജയിക്കുമ്പോൾ അന്ന് ഒരു പഞ്ചായത്ത് മാത്രമാണ് UDFിന് ലീഡ് കൊടുത്തത്. അതേത് പഞ്ചായത്താണെന്ന് അറിയുമോ? ചേലക്കരയാണ്. 2016 ഈ UR പ്രദീപ് മത്സരിക്കുമ്പോൾ പോലും ചേലക്കര 285 വോട്ടിൻ്റെ ലീഡ് കൊടുത്തത് UDFിനാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് 3 പഞ്ചായത്തുകളാണ് UDFിന് ലീഡ് കൊടുത്തത്. അതിലൊന്ന് ഈ ചേലക്കരയുണ്ട്, മറ്റൊന്ന് മുള്ളൂർക്കരയുണ്ട്, മറ്റൊന്ന് എനിക്ക് തോന്നുന്നു ഈ പഴയന്നൂരാണ്. അപ്പോൾ ഈ 3 പഞ്ചായത്ത് ഒഴിച്ചു നിർത്തിയാൽ, അതായത് ശക്തമായി UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് രേഖപ്പെടുത്തിയ 2024 അതേപോലെ UR പ്രദീപിന് ഭൂരിപക്ഷം കുറച്ച് 2016 ഒക്കെ പോൾ ചെയ്തതിൻ്റെ ഒരു ട്രെൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചേലക്കര പഞ്ചായത്ത് ഞാൻ ഇപ്പോഴും പറയുന്നു UDFിന് ലീഡ് കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇക്കുറിയും രമ്യ ഹരിദാസിനും ലീഡ് കൊടുക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 370 വോട്ടിന്റെ ലീഡ് പിന്നെ രമ്യ ഹരിദാസിന് കൊടുത്തു ചേലക്കര. അപ്പോൾ ചേലക്കര ഇത്തവണ അത് നോക്കൂ. 2016 UR പ്രദീപ് മത്സരിക്കുന്ന സമയത്തും, അതായത് അന്ന് LDF സർക്കാരിനോട് ആന്റി ഇൻകുമൻസി ഇല്ലെന്ന് മാത്രമല്ല 2016 പിണറായി സർക്കാർ അധികാരത്തിൽ വരാൻ പോവുകയാണ്. UDFിനെതിരെ ആന്റി ഇൻകുമൻസി നിലനിൽക്കുമ്പോൾ പോലും ചേലക്കര പഞ്ചായത്ത്, അവിടെ 12 പഞ്ചായത്ത് മെമ്പർമാർ LDFിലാണുള്ളത്. ആ ചേലക്കര പഞ്ചായത്ത് അന്ന് 2016 ചിന്തിച്ചത് UDFിന് അനുകൂലമായിട്ടാണ്. അത് ഇത്തവണ വരാൻ സാധ്യതയുണ്ട്. അവിടുത്തെ ലീഡ് കൂടും. ചേലക്കരയിലെ ലീഡ് കൂടും. പക്ഷേ ചേലക്കരയിലെ ലീഡിനെ വള്ളത്തോൾ നഗർ കൊണ്ട് വളരെ ഈസി ആയിട്ട് UR പ്രദീപ് മാനേജ് ചെയ്യും. 2 ദേശമംഗലം പഞ്ചായത്ത് കൊണ്ട് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യും. അതേപോലെ വരവൂർ പഞ്ചായത്തും പാഞ്ഞാൾ പഞ്ചായത്തും കൊണ്ടാഴി പഞ്ചായത്തിൽ UDFിന് ലീഡുള്ളതാണെങ്കിൽ പോലും അവിടെ വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് വലിയ ഷിഫ്റ്റ് UDFിന് അനുകൂലമായിട്ട് കാണുന്നില്ല. ചുരുക്കത്തിൽ കേഡർ വോട്ടുകളെല്ലാം 4% പോളിംഗ് ശതമാനം ഇടിഞ്ഞിട്ടും ചേലക്കര മണ്ഡലത്തിൽ കൃത്യമായിട്ട് പെട്ടിയിലെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. രമ്യ ഹരിദാസിന് ഒരുപക്ഷെ 2 പഞ്ചായത്തുകളിൽ ലീഡ് കിട്ടാൻ സാധ്യതയുണ്ട്. അതിൽ ഒരു ഷുവർ പഞ്ചായത്ത് ഞാൻ ഇപ്പോഴും പറയുന്നു ചേലക്കരയാണ്. അത് കഴിഞ്ഞ് നിർത്തിയാൽ ബാക്കി ഏത് എന്നുള്ളതിന് കാണണം. കാരണം രമ്യ ഹരിദാസ് എന്ന സ്ഥാനാർത്ഥി MP എന്ന നിലയിൽ പരാജയപ്പെട്ടതിന് ശേഷം തൊട്ടടുത്ത് ജനവിധി തേടുമ്പോൾ തീരുമാനം മാറ്റാനുള്ള ഒരു കാരണവും അവിടെ കാണുന്നില്ല. കാര്യം 6 മാസത്തിനിടയ്ക്ക് വീണ്ടും ഒരു ഭരണവിരുദ്ധ വികാരം ഇരട്ടിയായിട്ടില്ല. നമ്പർ 1. അവിടെ ആകെയുള്ളത് എന്താ? സ്ഥാനാർത്ഥി മാറി, രാധാകൃഷ്ണൻ മാറി, പകരം UR പ്രദീപ് വരുന്നു എന്നത് മാത്രമാണ്. പക്ഷേ UR പ്രദീപിന് രാധാകൃഷ്ണനോടും അക്സെപ്റ്റൻസ് ഇല്ലെങ്കിലും UR പ്രദീപ് ആ മണ്ഡലത്തിൽ തന്നെയുള്ളയാളാണ്. അവർ ചോദിക്കുന്ന ചോദ്യവും ഇതാണ്. മണ്ഡലത്തിൽ ഏതാ സാധാരണക്കാരെ വോട്ടറോട് ചോദിച്ചാൽ ഈ രമ്യ ഹരിദാസ് MP ആയതിനു ശേഷം ചേലക്കര മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായിരുന്നില്ല. അതാണ് അവരുടെ റിമാർക്സ്. അപ്പോൾ അവിടെ അടിയൊഴുക്ക് നിശ്ചയിച്ചിരിക്കുന്നത് ആ സ്ഥാനാർത്ഥി UR പ്രദീപ് എന്ന സ്ഥാനാർത്ഥിക്കുള്ള
ഒരു പരിഗണന ആ മണ്ഡലത്തിൽ കിട്ടിയിട്ടുണ്ട്. ആ പരിഗണന രാധാകൃഷ്ണനോളം പോകുന്ന 32,000 ഭൂരിപക്ഷം കൊടുക്കില്ല, പക്ഷേ അത് 2016 ഭൂരിപക്ഷം കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കും. രാധാകൃഷ്ണന് മാത്രം കിട്ടിയിരുന്ന UDF ന്യൂനപക്ഷ വോട്ടുകളുണ്ട്, അത് തിരിച്ചു കിട്ടാൻ രണ്ടാമത്തെ സാധ്യതയുണ്ട്. ഇനി വേറെ അപകടം കൂടിയുണ്ട്. ഈ PV അൻവർ പറയുന്ന PV അൻവർ ഫാക്ട് ഉണ്ടല്ലോ, ആ അടിയൊഴുക്ക് ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കാൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് UDF ആയിരിക്കും. കാരണം ആ വോട്ട് ചോദിക്കാൻ പോകുന്നവരാണെങ്കിലും ഇപ്പോൾ CPM സ്ഥിരമായിട്ട് വോട്ട് കൊടുത്തുകൊണ്ടിരുന്ന ആളുകളോട് വോട്ട് ചോദിക്കാൻ പോകുന്നത് കോൺഗ്രസ് ക്യാമ്പിൽ തന്നെ അത്ര തന്നെ അവിടെ പോപ്പുലർ അല്ലാത്ത നേതാക്കളാണ് PV അൻവറിൻ്റെ സുധീറിന് വേണ്ടി വോട്ട് പിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ PV അൻവർ ഫാക്ട് ഏതെങ്കിലും തരത്തിൽ വർക്കാവുകയാണെങ്കിൽ അത് UDF എതിരായിട്ടായിരിക്കും. ഒന്ന്. നമ്പർ 2, നമ്മളുടെ സ്ഥാനാർത്ഥി UR പ്രദീപിൻ്റെ സ്ഥാനാർത്ഥിത്വ മികവ് ആ അർത്ഥത്തിൽ മണ്ഡലത്തിലെ ഫെമിലിയാരിറ്റി ആ മണ്ഡലത്തിൽ തന്നെയാണ് എന്നുള്ളത്, അദ്ദേഹത്തോട് ആ മണ്ഡലത്തോടുള്ള ഒരു താല്പര്യം അതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യും. 3. കേഡർ വോട്ടുകൾ കൃത്യമായിട്ട് പോൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ള കണക്കാണ് UR പ്രദീപിനുള്ളത്. ആ കണക്ക് ഏറെക്കുറെ വാസ്തവമാണ്. കാരണം നമ്മളെ പഞ്ചായത്ത് തിരിച്ച് നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ പെട്ടിയിലേക്ക് അത് ഇട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു കാര്യം അപ്പോഴും ആവർത്തിച്ച് പറയാം, ഏറ്റവും മനോഹരമായ കോൺഗ്രസ് തിരഞ്ഞെടുപ്പിന് ഇലക്ഷനിയറിംഗ് പ്രോസസ്സ് നടത്തിയത് ചേലക്കര മണ്ഡലത്തിലാണ്. അത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് തന്നെ കണ്ടതാണ്. അത്രയും ഒരു കേഡർ സംവിധാനത്തിൻ്റെ മികവോടുകൂടിയാണ് കോൺഗ്രസ് പാർട്ടി ചേലക്കരയിൽ വളരെ കൃത്യമായി പ്രവർത്തിച്ചിരുന്നത്. ബൂത്തുകളുടെ ചാർജ് കൊടുത്ത് കൃത്യമായിട്ട് എത്തിക്കേണ്ട വോട്ടുകളെ ബൂത്തിലെത്തിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ ആ ചേലക്കര മണ്ഡലത്തിൽ രാഷ്ട്രീയ സ്വഭാവമാണ്. ഇനി ഇത് തിരിച്ചു വന്നാൽ അത് കൃത്യമായും സർക്കാരിനെതിരായിട്ടുള്ള വിലയിരുത്തലാണ്. അത് ആൻറ്റി ഇൻകംബൻസി എന്ന് മാത്രമല്ല 2026 സൂചന കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ചേലക്കര മണ്ഡലത്തിൽ ആ സ്റ്റാറ്റസ് കോ നിൽക്കും. ഇനി പാലക്കാട് മണ്ഡലത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പല അടിയൊഴുക്കുകൾ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്ന വിവാദങ്ങളൊന്നും പാലക്കാട് മണ്ഡലത്തിൽ വോട്ടർമാർ കൺസിഡർ ചെയ്തിട്ടേയില്ല. സ്ഥാനാർത്ഥി വിഷയമൊന്നും അവിടെ ചർച്ച ചെയ്തിട്ടില്ല. ആകെ അവർ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വിഷയമായി നമ്മൾ മനസ്സിലാക്കുന്നത് പാലക്കാടിൻ്റെ വികസനത്തിന് ഈ വോട്ട് കൊണ്ട് എന്തു മാറ്റമുണ്ടാവും എന്നൊരു ചോദ്യം പാലക്കാട്ടെ വോട്ടർമാർ കരുതിയിട്ടുണ്ടാവും. 2. ഈ തിരഞ്ഞെടുപ്പിൽ CPM ഉപയോഗിച്ചൊരു സ്ട്രാറ്റജി അതൊട്ടും ആരോഗ്യകരമായ സ്ട്രാറ്റജി അല്ല എന്നാണ് എൻ്റെ പക്ഷം. ആ സ്ട്രാറ്റജി എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരം ചർച്ചയാവാതിരിക്കാൻ പരമാവധി ഒരു കാമോഫ്ലേഷ് പൊളിറ്റിക്സ് അവർ കളിച്ചു. അഥവാ അവർ മറ്റു വിഷയങ്ങളെ മുന്നോട്ട് വെച്ച് നമ്മൾ സാധാരണ ചെറിപ്പിക്കിങ് എന്നൊക്കെ പറയുന്നത് പോലെ, അതല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഈ കാര്യങ്ങൾ വഴിതിരിച്ചു വിടുക. അങ്ങനെ വഴിതിരിച്ചു വിടുന്ന സമയത്ത് സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരം, PP ദിവ്യയുമായി ബന്ധപ്പെട്ട വിഷയം, ക്ഷേമനിധി ബോർഡിലെ പെൻഷൻ, അതേപോലെ പെൻഷൻ്റെ കുടിശ്ശിക, ഇതൊക്കെ നമ്മൾ സ്ഥിരമായി പറഞ്ഞു കേട്ട കാര്യങ്ങളാണെങ്കിലും ഈ കാര്യങ്ങളൊന്നും ചർച്ചയാകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുകയും ആ വിഷയങ്ങളിൽ നിന്ന് ട്രോളി ബാഗ്, സ്പിരിറ്റ്, കത്ത്, കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര വിഷയം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുകയും ചെയ്തു. അത് കുറേയൊക്കെ ആ മണ്ഡലത്തിൽ LDF അനുകൂലമായി എന്ന് വേണം കണക്കാക്കാൻ. അവിടെ ഒരു ഫാക്ടർ സംഭവിച്ചിട്ടുണ്ട്. ഷാഫി പറമ്പിലിന് പോയ ഇടതു വോട്ടുകൾ കൃത്യമായും ഇടതു കേന്ദ്രങ്ങളിൽ തന്നെ നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇടതു കേന്ദ്രങ്ങളിൽ തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 40,000 എബോവ് എന്നൊരു കണക്ക് CPMന് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നത്. എന്നാൽ NDA ശക്തി കേന്ദ്രങ്ങൾ നേരത്തെ പറഞ്ഞു പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ശതമാനം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ 5 ഇടങ്ങളിൽ 80% കൂടുതൽ വോട്ടുകളുണ്ട് എന്നുള്ളത് ആ മുനിസിപ്പാലിറ്റിയിലൊരു ട്രെൻഡായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. മാത്രവുമല്ല ശ്രീധരൻ്റെ സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ ബൂത്തിലെത്തിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ മിഷൻ BJP നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഡോർ ടു ഡോർ ക്യാമ്പയിൻ. ഏറ്റവും കൂടുതൽ പാലക്കാട് മണ്ഡലത്തിൽ നമ്മൾ കണ്ടത് ഡോർ ടു ഡോർ ക്യാമ്പയിനാണ്. അത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ NDA നടത്തിയത്, കണ്ണാടി പഞ്ചായത്തിലും മാത്തൂർ പഞ്ചായത്തിലും CPM നടത്തിയത്, പിരായിരി പഞ്ചായത്തിൽ ലീഗും SDPയും ജമാഅത്തെയും നടത്തിയത്, ഒപ്പം കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരും നടത്തിയത്. അപ്പോൾ ആ ഡോർ ടു ഡോർ സൈലന്റ് ക്യാമ്പയിനും അതോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലെ അടിയൊഴുക്കുകൾ നിശ്ചയിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നു അതൊരു സ്റ്റാറ്റസ് കോ റിസൾട്ടായിരിക്കും വരാൻ സാധ്യത കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. അതിൽ പാലക്കാടും വയനാടും UDF പക്ഷത്തേക്ക് പോകുന്നത് കൊണ്ട് സർക്കാരിനെ ആശ്വസിക്കാം. പക്ഷേ ചേലക്കര സർക്കാർ LDFിൽ നിന്ന് പോയാൽ അത് സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരം അവിടെ പ്രകടമായി എന്ന് തന്നെ പറയുന്നു. കാര്യം മണ്ഡലത്തിൻ്റെ വികസന പ്രശ്നങ്ങളുണ്ട്. അത് UR പ്രദീപ് പറയുന്നത് കാലാകാലങ്ങളായ വികസന പ്രശ്നങ്ങളുണ്ട്. ഈ മണ്ഡലത്തിൽ തന്നെ ബാലകൃഷ്ണനെ പോലെയുള്ള മന്ത്രിമാരെ UDFന് കിട്ടിയതാണ്. എന്നിട്ടും അവിടുത്തെ വികസന പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല. പാലമടക്കമുള്ള കാര്യങ്ങൾ, കോളേജ് അടക്കമുള്ള കാര്യങ്ങൾ, കർഷക പ്രശ്നങ്ങൾ, ഇതൊക്കെ അവിടെ നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ്. അത് ചേലക്കര മണ്ഡലത്തിൽ ഭരണവിരുദ്ധ വികാരമായി മാറിയിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ ഉള്ള എതിർപ്പായിട്ട് കണക്കാക്കേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ
ഇത്തവണത്തെ വിധിയെഴുത്തിൽ അനാരോഗ്യകരമായ പ്രവണതകൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണങ്ങളിൽ ഉണ്ടായിരുന്നു. അത് പലപ്പോഴും ക്യാമറകൾക്കുള്ള സോഷ്യൽ മീഡിയയ്ക്കുള്ള ഒരു പ്രകടനമായിട്ട് മാറുകയും യഥാർത്ഥ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ നിന്ന് ഫോക്കസ് നഷ്ടപ്പെടുകയും ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് പരിധിവരെ നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകരും ഉത്തരവാദികളാണ്. കാര്യം അതൊരു വളരെ സ്പെക്ടാക്കുലർ ഇവൻ്റാക്കി നമ്മളടക്കം മാറ്റുന്നു. രാത്രിയിൽ പാതിരാ നാടകങ്ങൾ പുലർച്ചെ വരെ സംപ്രേഷണം ചെയ്ത അവസ്ഥയുണ്ട്. പക്ഷേ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ? അതാണ് ആ വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയം വീണ്ടും ക്യാമറയ്ക്ക് വേണ്ടി വരുന്നു. ക്യാമറ ആ വിഷയത്തോടൊപ്പം നിൽക്കുന്നു, അതിനോടൊപ്പം നമ്മൾ തന്നെ നിൽക്കുന്നു, ബൈറ്റുകളും പ്രതികരണങ്ങളും ഉണ്ടാവുന്നു. പക്ഷെ അപ്പോഴും പാലക്കാട് മറന്നുപോയ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ അവസാന ലാപ്പിൽ നമ്മളാണൊരു മുൻകൈ എടുത്ത് പാലക്കാടിലെ വികസന പ്രശ്നങ്ങൾ കാണിക്കാൻ ലൈവത്തോടക്കം നമ്മൾ കൊണ്ടുവരുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ നിർഭാഗ്യവശാൽ അത് അധികമായി മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫെറ്റീഗ് ഉണ്ടല്ലോ, ബൈപോൾ ഫെറ്റീഗ് എന്ന് പറയുന്നത് വോട്ടർമാരിൽ ഉണ്ടായിരുന്നു. അതിൽ 3.5% പാലക്കാട്, 4.5% ചേലക്കരയിൽ, 9% വയനാട്ടിൽ എന്ന നിലയിൽ ഇത് പ്രതിഫലിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് മുന്നണികൾക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് കാത്തിരിക്കാൻ, അല്ലേ സുജയ? അടിയൊഴുക്കുകൾ നിശ്ചയിക്കുമോ എന്നാണ് ചോദ്യം. സുജയ, അടിയൊഴുക്കുകൾ മാത്രമല്ല, ചില പ്രത്യേക രീതിയിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ അത് നമുക്ക് അനലൈസ് ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് ഇപ്പോഴുള്ള ഗ്രൗണ്ട് റിപ്പോർട്ട്സ് അതുപോലെ തന്നെ നമ്മൾ ബൂത്തുകൾ തിരിച്ചുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെയുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ അല്ല ഇത്തവണ നടന്നിരിക്കുന്നത്. 2021 നിന്ന് എൻറ്റയർലി ഡിഫറൻ്റ് ആണ് ഇത്തവണത്തെ വോട്ടിംഗ് പാറ്റേൺ. അത് ബൂത്ത് തിരിച്ച് തന്നെ നമുക്ക് ആ കണക്ക് വരുമ്പോൾ ആ വോട്ടിംഗ് പെർസെൻറ്റേജ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് കഴിഞ്ഞ 2021 ബൂത്തുകളുടെ എണ്ണം കൂടുതലായിരുന്നു നമുക്കറിയാം. അത് കഴിഞ്ഞ് 2024 രണ്ടും കൂടി നമ്മൾ കമ്പയർ ചെയ്തതിന് ശേഷം ഈ തെരഞ്ഞെടുപ്പിൻ്റെ, അതായത് ബൈ ഇലക്ഷൻ്റെയും കൂടി വെച്ച് നോക്കുമ്പോഴാണ് കൃത്യമായിട്ടുള്ള സ്പ്ലിറ്റ് മനസ്സിലാക്കാൻ കഴിയുക. ഇവിടെ കൺസോളിഡേഷൻ നടന്നിട്ടുണ്ട്. അടിയൊഴുക്ക് മാത്രമല്ല, കൺസോളിഡേഷൻ നടന്നിട്ടുണ്ട്. ഒരു ഭാഗത്ത് മുസ്ലിം വോട്ട്സിൻ്റെ കൺസോളിഡേഷൻ നടന്നു എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് ക്രിസ്ത്യൻ വോട്ട്സിൻ്റെ കൺസോളിഡേഷൻ നടന്നിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യത പല ബൂത്തുകളിലും, അതായത് ചില ഏരിയാസ് വെച്ച് നമ്മൾ നോക്കുമ്പോഴേക്കും ചിലയിടങ്ങളിൽ ഒക്കെ സംഭവിച്ചിട്ടുണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുതന്നെയാണ് എൻ ഡി എയുടെ ഒരു ആത്മവിശ്വാസം കൂട്ടുന്ന ഘടകമായി ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ ശക്തി കേന്ദ്രങ്ങളായ മുനിസിപ്പാലിറ്റി, നമ്മളെപ്പോഴും വളരെ പെരിഫറലായി മുനിസിപ്പാലിറ്റിയിൽ വോട്ട് കൂടുമോ, എത്ര വോട്ട് കൂടും, അതായിരിക്കും നോക്കുക. പക്ഷേ ഇവിടുത്തെ ക്രിസ്ത്യൻ വോട്ട്സിൻ്റെ പോളിംഗ് എങ്ങനെയാണ്, പ്രത്യേകിച്ചും ഈ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് നമ്മൾ അത്ര ഡീപ്പായിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രതികരണങ്ങളിലേക്കോ പാലക്കാട് രൂപത പിന്തുണ പ്രഖ്യാപിക്കുന്നത്, അതായത് UDF-നൊപ്പം പരമ്പരാഗതമായി നിൽക്കുന്ന വോട്ടുകളാണ്, ആ വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ട്രെൻഡ് നമ്മൾ കാണാതിരുന്നുകൂടാ. അപ്പോൾ അതുകൊണ്ട് കൂടി ആയിരിക്കാം തൃശ്ശൂർ ആവർത്തിക്കുമെന്നവർ പറയുന്നത്. തൃശ്ശൂരിലും ഇതുപോലെ തന്നെ ക്രിസ്ത്യൻ വോട്ട്സിൻ്റെ ഒരു കൺസോളിഡേഷൻ നടന്നിട്ടുണ്ട്. അത് UDF-ന് ഫേവറബിൾ ആയിരുന്നില്ല. അതുകൊണ്ടാണ് കെ മുരളീധരൻ തേർഡ് പൊസിഷനിലേക്ക് പിന്തള്ളപ്പെട്ടതും. കഴിഞ്ഞ തവണ പ്രതാപന് കിട്ടിയ വോട്ടുകളൊക്കെ നേരെ ഷിഫ്റ്റ് ചെയ്യുകയായിരുന്നു. അത് പകുതി ഇവിടെ നിന്ന് പകുതി അപ്പുറത്തേക്ക് പോകുന്നു, ആ രീതിയിലല്ല. സമാനമായ രീതിയിൽ ആ പരസ്യ വിവാദം സരിൻ അഡ്വാൻറ്റേജ് ആയിട്ടുണ്ടെങ്കിൽ മുസ്ലിം വോട്ട്സിൻ്റെ കൺസോളിഡേഷൻ പിരായിരിയിലടക്കം നടക്കാനുള്ള സാധ്യതയും കുറയുകയാണ്. അതുകൊണ്ടാണ് പിരായിരിയിൽ തങ്ങൾക്ക് വോട്ട് കൂടും എന്ന് LDF കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ നാളത്തെ ആ ഒരു ബൂത്തുകൾ തിരിച്ചുള്ള കണക്ക് വരുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. നീണ്ട നിരയുണ്ടായിരുന്നു. പക്ഷേ ആ നീണ്ട നിര ആരെ തുണയ്ക്കാനാണ്? കൂടുതൽ വോട്ടുകൾ വന്നു വീണ 70% മുകളിൽ വോട്ട് വന്നു വീണ ബൂത്തുകൾ നമ്മൾ പ്രത്യേകമായി നാളെ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. ഞാൻ എന്തായാലും ഇതിനെ ഒരു ഇൻട്രസ്റ്റിംഗ് പാറ്റേൺ ആയിട്ടാണ് കാണുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് പാലക്കാട് നമ്മൾ കാണുന്നത്. ചേലക്കരയിൽ പക്ഷേ അങ്ങനെയല്ല. ചേലക്കരയിൽ 2021 ഏറെക്കുറെ സമാനമായ രീതിയിൽ തന്നെയായിരിക്കും ട്രെൻഡ് പോകാനുള്ള ഒരു സാധ്യത. അവിടെ രമ്യ ഹരിദാസ് വോട്ട് ഉയർത്തും, പക്ഷേ ജയിക്കാനുള്ള സാധ്യത പരമാവധി ഒരു 1000-ന് താഴെയുള്ള ഒരു വോട്ടുകളുടെ വിജയമേ രമ്യയാണ് ജയിക്കുന്നതെങ്കിൽ ഉണ്ടാവുകയുള്ളൂ. അതേസമയം UR പ്രദീപിനുള്ള അഡ്വാൻറ്റേജ് കുറച്ചുകൂടി ഹൈ ആയിട്ടാണ് ബൂത്ത് തിരിച്ചുള്ള കണക്കുകൂട്ടലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് രാധാകൃഷ്ണനും രമ്യ ഹരിദാസും ഏറ്റുമുട്ടിയ ലാസ്റ്റ് ലോക്സഭാ ഇലക്ഷൻ്റെയും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും കൂടി സം വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ LDF നിലനിർത്താനുള്ളൊരു സാധ്യതയ്ക്കാണ് കുറച്ചുകൂടി വെയിറ്റേജ് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ കാണുന്നത്. പക്ഷേ പാലക്കാട്ട് അങ്ങനെയല്ല. പാലക്കാട്ട് ഈ കൺസോളിഡേഷനിൽ വന്നിട്ടുള്ള ഒരു ഷിഫ്റ്റ് ഉണ്ട്. അത് നമുക്ക് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൻ്റെയും ട്രെൻഡ് അല്ല, ഇതൊരു പുതിയ ട്രെൻഡാണ്. പാലക്കാട് ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യുകയാണ്. ആ ട്രെൻഡിലായിരിക്കും ഇനി അങ്ങോട്ട് പോവുക എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് അവകാശപ്പെടുന്നത് ഷാഫി പറമ്പലിന് കിട്ടിയ വോട്ടുകൾ, അതായത് പിരായിരിയിലടക്കം മുസ്ലിം കൺസോളിഡേഷൻ, അത് സ്പ്ലിറ്റ് ചെയ്ത് പോയാൽ പോലും VK ശ്രീകണ്ഠന് കിട്ടിയ ലോക്സഭയിലെ വോട്ടുകൾ, VK ശ്രീകണ്ഠന് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കിട്ടിയ വോട്ടുകൾ ആസ് സച്ച് രാഹുലിലേക്ക് വരും എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ അവിടെ സരിൻ ഒരു ഫാക്ടറായി മാറിയിട്ടുണ്ടോ എന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീധരൻ ജയിക്കാതിരിക്കാൻ വേണ്ടി ഷാഫി പറമ്പിലേക്ക് പോയിട്ടുള്ള ഇടതനുകൂല വോട്ടുകളുണ്ട്. അത് നേരെ തിരിച്ച് സരിനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കഥ മാറും. അങ്ങനെയാണ് ഒരു 38,000 to 42,000 ആ ഒരു റേഞ്ച് LDF ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത്. മിനിമം 38,000 സരിന് കിട്ടുകയാണെങ്കിൽ അത് അഡ്വാൻറ്റേജ് ടു BJP ആണ്. 38,000 ബിലോ ആണ് സരിൻ ക്ലോസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് ടു UDF ആണ്. അതാണ് നിലവിലെ ഒരു സ്റ്റാറ്റസ് കോ നിൽക്കുന്നത്. ഇനിയിപ്പോൾ സന്ദീപ് വാര്യർ പോയതിനു ശേഷം, സന്ദീപ് വാര്യർ പാണക്കാട് തങ്ങളെ കാണാൻ പോയി. അതൊക്കെ അവിടെ
അവിടെയുള്ള ഒരു ഹിന്ദു വോട്ട്സിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പേർ ആ ബൂത്തുകളിലൊക്കെ വന്നിരിക്കുന്നത് അത് നാച്ചുറലായി സംഭവിച്ചതാണ്, അല്ലെങ്കിൽ ക്യാമ്പയിനിലൂടെ സംഭവിച്ചതാണ് എന്ന് മാത്രം ഞാൻ കരുതുന്നില്ല. പരമാവധി ആളുകളെ ബൂത്തിലെത്തിക്കുന്നതിന് BJPക്ക് അവരുടേതായ സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. അത് സ്ഥാനാർത്ഥി തന്നെ പറയുകയും ചെയ്തു, ഞങ്ങളുടേതായ ഒരു വോട്ടിംഗ് ലിസ്റ്റ് തന്നെ ഞങ്ങൾ ഉണ്ടാക്കി. അതായത് തങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് ഉറപ്പുള്ള ആളുകളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പയിനിലേക്കാണ് അവർ പൂർണ്ണമായും പോയത്. തൃശ്ശൂരിലും സമാനമായ രീതിയിലായിരുന്നു, അത് വിജയിക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ ആ രീതിയിൽ അവർ വോട്ട് ഉയർത്തുമ്പോൾ മുനിസിപ്പാലിറ്റിയിൽ സരിൻ അവകാശപ്പെടുന്നത് പോലെ സെക്കൻഡ് പൊസിഷനിലേക്ക് വരുമോ എന്നുള്ളത് എനിക്കും സംശയമുണ്ട്. കാരണം UDFും വോട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. പിന്നെ സന്ദീപ് വാര്യർ വന്നതുകൊണ്ട് അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാകുമെന്നവർ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ക്ലെയിംസിൻ്റെയും ഒരു ആക്ച്വൽ ഫിഗർ എന്താണെന്ന് അറിയാൻ എനിക്ക് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ കൗതുകമുണ്ട്. കാരണം സന്ദീപിൻ്റെ ഒരു അഡ്വാൻറ്റേജ് UDFിന് കിട്ടിയിട്ടുണ്ടോ, അതോ സന്ദീപ് പോയത് BJPയെ കൂടുതൽ കെട്ടുറപ്പോടെ ചേർത്ത് നിർത്തിയോ? രണ്ടാമത്തേതാണ് സംഭവിക്കുന്നതെങ്കിൽ പാലക്കാട് ജയിച്ചാലും ഇല്ലെങ്കിലും അത് BJPക്ക് 2026 വഴി തുറക്കലാകും. കാരണം ഇത്രയും ഒരു കെട്ടുറപ്പോടെ RSS ഒക്കെ ഇത്രയും ആദ്യഘട്ടം മുതൽ തന്നെ ഒരു ചിട്ടയായ ഒരു സംവിധാനത്തിലേക്ക് പാർട്ടിയെ മുഴുവൻ കൊണ്ടുവരികയാണ്. പാർട്ടിയുടെ അധ്യക്ഷൻ മുതൽ ഓരോ സംസ്ഥാന ഘടകത്തിലുള്ള ഓരോരുത്തർക്കും ചുമതലകൾ വിഭജിച്ച് നൽകിക്കൊണ്ടുള്ള ഒരു കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ എഞ്ചിനീയറിംഗിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അവർക്ക് ആസ് എ പാർട്ടി എന്ന നിലയിൽ ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഗുണം ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. ഇത്ര നാളും ഇല്ലാതിരുന്ന ശോഭാ സുരേന്ദ്രനായാലും കെ സുരേന്ദ്രനായാലും ഒക്കെ ഒന്നിച്ച് നിന്നുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇങ്ങനെ ഇത്രയും പിന്നണിയിൽ പണിയെടുക്കുന്ന ഒരു കാഴ്ച സമീപകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതൊരു ഫാക്ടറാണ്. അതൊക്കെ അവർക്കൊരു അഡ്വാൻറ്റേജ് ആകുന്ന ഘടകങ്ങളാണ്. അതേസമയം ഈ DCCയുടെ കത്തൊക്കെ അത് DCCക്കുള്ളിൽ ഭിന്നതയുണ്ടോ, പിരാരിയിൽ നിന്നൊക്കെ 1-ാം വാർഡിലെ വാർഡ് മെമ്പർ അടക്കം CPIഎമ്മിലേക്ക് പോകുന്നു, അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പിരാരിയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ CPIഎമ്മിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തത് അവർക്ക് അഡ്വാൻറ്റേജായി മാറിയിട്ടുണ്ടോ, അത് പിരാരിയിൽ വോട്ട് കുറയ്ക്കുന്നുണ്ടോ? പിരായിരിയിൽ വോട്ട് കുറയുന്നത് അത് UDFിനെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായും ബാധിക്കുക. അപ്പോൾ CPIഎമ്മിൻ്റെ ആ ഒരു ഓപ്പറേഷൻ അത് എത്രത്തോളം തുണച്ചിട്ടുണ്ട്, അത് മറുഭാഗത്ത് BJPക്ക് ഗുണമായിട്ടുണ്ടോ? ഈ പരമ്പരാഗത ക്രിസ്ത്യൻ വോട്ടുകൾ ആസച്ച് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 പോയിന്റുകൾ. പിന്നെ ഈ BJP അവരുടെ പരമാവധി വോട്ടുകൾ പോൾ ചെയ്തു എന്നാണ് അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ കേഡർ വോട്ടുകൾ എത്രയാണ് എന്നുള്ളതിൻ്റെ കൃത്യമായ കണക്ക് നാളത്തെ വോട്ടെണ്ണലിലൂടെ ബോധ്യമാകും. അത് 43,000 ആണോ, അതോ അവർ അവകാശപ്പെടുന്നത് പോലെ 52,000 ആണോ? ഞങ്ങളുടെ വോട്ടുകൾ ഇത്രയാണ് എന്ന് അവകാശപ്പെടുന്നത് പോലെ കേഡർ വോട്ടുകളുടെ കൃത്യമായ കണക്കും നാളെ അറിയാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ബൂത്ത് ഏജൻറ്റുമാരെ നമ്മൾ ഈ ഔട്ട് ബൂത്തുകൾ പരിശോധിക്കുമ്പോൾ ബൂത്ത് ഏജൻറ്റുമാർ മോർണിംഗ് ടു ഈവനിങ് എത്രത്തോളം ആക്റ്റീവ് ആയിരുന്നു എന്നുള്ളത് ഒരു ഘടകമാണ്. അതായത് തങ്ങളുടെ കൈവശമുള്ള പട്ടിക വെച്ച് പരമാവധി വോട്ടുകൾ ബൂത്തിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ കൃത്യമായി എവിടെയൊക്കെയാണ് നമുക്ക് ചോർച്ചയുണ്ടായിട്ടുള്ളത് അതനുസരിച്ചുള്ള ഒരു കണക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൽ UDFിനേക്കാളും കുറച്ചുകൂടി അഗ്രസീവായി നിന്നത് LDFും BJPയുമാണ്, അല്ലെങ്കിൽ LDFും NDAയുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം UDFിൻ്റെ ഒരു ഔട്ട് ബൂത്തുകളിലെ പെർഫോമൻസ് ഈ രണ്ടെണ്ണം കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോഴേക്കും ആ രീതിയിൽ പോൾ ചെയ്യിപ്പിക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ടോ എന്നതിൽ സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു നെക്ക് ടു നെക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൽ C. കൃഷ്ണകുമാർ വിജയിക്കില്ല എന്ന് ഞാൻ ഇപ്പോഴും പറയില്ല. കാരണം C. കൃഷ്ണകുമാർ വിജയിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് അത് തന്നെ ആ ഒരു അഭിപ്രായത്തിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുക. ഇതിൽ ഒരു കാര്യം ഞാൻ പറയാം. ഈ സന്ദീപിൻ്റെ പോക്ക് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിൻ്റെ വോട്ട് കുറയ്ക്കില്ല എന്നാണ് എൻ്റെ നിലപാട്. കാരണം അത് മുസ്ലിം വോട്ടുകളിൽ അങ്ങനെ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും മുസ്ലിം വോട്ടുകളിൽ കാര്യമായി ഉണ്ടായിട്ടില്ല. കാര്യം മുസ്ലിം വോട്ടർമാരോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് BJPയിലെ ഒരാളെങ്കിലും ഒരാൾ അയാൾ അവിടെ നിന്ന് പോകുന്നത് കൊണ്ട് നല്ലതല്ലേ, അയാൾ മാറ്റാൻ കഴിഞ്ഞു എന്നത് നേട്ടമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം, അതുകൊണ്ട് കോൺഗ്രസിന് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജുമില്ല. പക്ഷേ ഒരു ഇൻഡയറക്റ്റ് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഇൻഡയറക്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഒരുപക്ഷെ വോട്ട് ചെയ്യാൻ വരാതിരുന്ന RSS BJP പ്രവർത്തകരെ പോളിംഗ് ബൂത്തിൽ എത്തിച്ചു എന്നതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് മനസ്സിലാക്കുന്നത്. ഇനി കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് കൃത്യമായിട്ട് അവരുടെ ഫൈനൽ കാൽക്കുലേഷൻ നമ്മളോട് അവർ പറയുന്നുണ്ട്. ഇപ്പം സ്ഥാനാർത്ഥി പറയുന്ന കാൽക്കുലേഷൻ അല്ല, അതല്ലാതെ പറയുന്ന കാൽക്കുലേഷൻ എന്ന് പറയുന്നത് 7,000 to 8,000 മാർജിനിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കും എന്നാണ് കോൺഗ്രസിൻ്റെ ആധികാരികമായ വിലയിരുത്തൽ. 12,000 വരെയാണ്. അല്ല, അത് മാക്സിമം ആണ്. പക്ഷേ അവർ ഫൈനൽ 7,000 ലോവസ്റ്റ് റേഞ്ച്, അത് 5 വരെ വന്നേക്കാം. കാര്യം പിരായിരി എങ്ങനെയാണെന്നുള്ളത് അവർക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ്. പിരായിരിയിൽ അവർ മാത്തൂരിലും കണ്ണാടിയിലും കോൺഫിഡൻ്റ്, പക്ഷേ പിരായിരിയിൽ അവരിപ്പോഴും കോൺഫിഡൻ്റ് ആണെങ്കിലും എങ്ങനെയാണത് വർക്ക് ചെയ്തത് എന്നതിനകത്ത് അവരെ അപ്രതീക്ഷിതമായി ഞെട്ടിച്ചതും അതിനകത്ത് വലിയ രീതിയിലുള്ള ഒരു 7% കുറയുന്ന ഒരു പ്രതീക്ഷിച്ചില്ല. 3%, 4% ഡിപ്പ് വന്നേക്കാം, പക്ഷേ അവിടെ റിലേറ്റീവ്ലി കുറഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല സരിൻ രണ്ടാമതെത്തുമെന്ന്. അവിടെ എപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് രണ്ടാമതെത്താൻ സാധ്യതയുള്ളത്. അത് 4,000 മുകളിൽ മാത്രമായിരിക്കും. 4,000
2500 പരമാവധി കൃഷ്ണകുമാറിൻ്റെ ലീഡ് ആ മണ്ഡലത്തിൽ ഉണ്ടാവുക. അതിനെ മറികടക്കാൻ പിരായിരിയും മാത്തൂരും കണ്ണാടിയും സഹായിക്കും ഒരു പരിധിവരെ. സരിൻ നല്ലൊരു ഫൈറ്റ് കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ പാർട്ടിയുടെ കണക്കുകൂട്ടൽ എന്ന് പറയുന്നത് സരിൻ 40,000 നിൽക്കും എന്നുള്ളതാണ്. 40,000 സരിൻ എത്തുകയാണെങ്കിൽ അത് വലിയ നേട്ടമാണ്. അത് നല്ല വലിയ നേട്ടമാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 36,000 നിന്ന് 4,000 വോട്ട് കൂടുതലായിട്ട് സരിൻ പിടിക്കുന്നു. അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് 36,000 നിന്ന് വരാനുള്ള ഒരു കാര്യം, അദ്ദേഹത്തിന് അർബൻ വോട്ടുകളിൽ ഒരു 500 മുതൽ 1000 വോട്ട് കിട്ടിയേക്കാം, 37. കൂടാതെ 2,500 വോട്ട് ഷാഫിക്ക് പോയ ഇടത് വോട്ടുകളുണ്ട്, ആ വോട്ടുകൾ തിരിച്ചു വന്നേക്കാം. ഇതാണ് അതിനകത്തെ കാൽക്കുലേഷൻ. അപ്പോൾ ആ കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ സരിൻ 40 മുകളിൽ എത്ര പിടിച്ചാലും അത് UDF സ്പോയിലറാണ്. 40 എബോവ് സരിൻ പിടിച്ചാൽ UDF സ്പോയിലറാവും. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, സി കൃഷ്ണകുമാറിൻ്റെ കണക്ക്. സി കൃഷ്ണകുമാർ BJP ക്യാമ്പ് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത് 45 മുതൽ 49 വരെ നേടാം എന്നാണ്. 45,000 to 49,000 വോട്ട്സ് BJP ഉറപ്പിക്കുന്നുണ്ട്. പക്ഷേ 4,000 ഡിഫറൻസ് എന്നുള്ളത് ഒരു റേഞ്ച്, വലിയ റേഞ്ചാണ്. അപ്പോൾ ആ കോൺഫിഡൻസിലായി അതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അല്ല, എനിക്ക് ഒരു കാര്യം ചോദിച്ചാൽ, ഇപ്പം ഷാഫിക്ക് പോയ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ തിരിച്ചു വരുമെന്ന് പറയുമ്പോൾ ആ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ നമ്മൾ പോയി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിം വോട്ടാണ് പോകുന്നത്. ആ മുസ്ലിം വോട്ടെന്ന് പറയുന്നത് ആൻറ്റി BJP പോൾ ചെയ്യുന്നതാണ്. എന്നാൽ സുജയ പറയുന്നൊരു ഫാക്ടറുണ്ട്, അത് വളരെ പ്രധാനമാണ്. അതാണ് ഞാൻ പേടിക്കുന്നത് ഈ കാര്യത്തിനകത്ത്. ഭയം എന്ന് വെച്ചാൽ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അത് ക്രിസ്ത്യൻ വോട്ടാണ്. ക്രിസ്ത്യൻ വോട്ടിൽ പിന്നെ സുജയ പറഞ്ഞ വേറൊരു കാര്യം കൂടെ ഉണ്ട്, അതുകൂടി ഇതിനകത്തൊരു ഫാക്ടറാണ്. അതായത് ഈ സന്ദീപ് വാര്യർ വന്നിട്ട് ലീഗിലെ അധ്യക്ഷനെ കാണാൻ പോകുന്നുണ്ടല്ലോ, അത്തരം കാര്യങ്ങൾ ഹിന്ദു വിഭാഗത്തിൽ, പ്രോ കോൺഗ്രസ് ആയിരിക്കുന്ന ഹിന്ദു വിഭാഗത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇഫക്റ്റ്, അതും ഒരു ഘടകമാണ്. അല്ലാതെ നെഗ്ലിജിബിൾ ആണെങ്കിൽ കൂടിയും ദാറ്റ് ഫാക്ടർ മാറ്റേഴ്സ്. അതായത് ഈ ഷാഫിക്ക് അനുകൂലമായി ഈ ശ്രീധരനെതിരായിട്ട് പിന്നെ CPM നിന്ന് പോയ വോട്ടെന്ന് പറയുന്നത് CPM ചെയ്യുന്ന മുസ്ലിം വോട്ടാണ് പോയിരിക്കുന്നത്, മറ്റു വോട്ടുകൾ പോവില്ല. ആ വോട്ട് ഈ സാഹചര്യത്തിലും തിരിച്ചു വരേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് അവിടെ പ്രശ്നം ഒരു അപകടം കൂടി സംഭവിച്ചിട്ടുണ്ട്. അതായത് ഈ ക്രിസ്ത്യൻ വോട്ടിൻ്റെ കാര്യത്തിൽ 6,000 വോട്ടിൽ അവർ 2,000 വോട്ടുകൾ വോട്ട് ചെയ്യാതെ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോഴും അത് നഷ്ടമാണ്. ചെയ്ത വോട്ടുകളിൽ 1,000-1,500 വോട്ട് BJPക്ക് പോയിട്ടുണ്ട്. അതാണ് കൃഷ്ണകുമാർ പറയുന്നത്. 1,500 കണക്ക് തന്നെ പറയുന്നുണ്ട്. 1,500 കണക്ക് എന്ന് പറയുന്നത് ചെറിയ കണക്കല്ല. മാത്രമല്ല, ഞാൻ ചില വീഡിയോ കണ്ടപ്പോൾ ചില ക്രിസ്ത്യൻ വീടുകളിൽ നിന്ന് ആളുകൾ വന്ന് പറയുന്നുണ്ട് ഇക്കുറി BJPക്ക് വോട്ട് ചെയ്ത്. എന്നിട്ട് അവർ പറയുന്നത് നാളെ വഖഫ് വന്നാൽ ഞങ്ങളുടെ വീട് പോവില്ലേ എന്നാണ്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് പ്രചരണ വിഷയമാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ആ ഡോർ ടു ഡോർ ക്യാമ്പയിൻ ആ രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഒരു നെക്ക് ടു നെക്ക് എന്ന് തന്നെ പറയുന്നത്. പക്ഷേ സ്റ്റിൽ സരിനവിടെ സാധ്യത കുറവാണ്, മേ ബി ഇൻ ദ തേർഡ് പ്ലേസ്. പക്ഷേ ആദ്യത്തെ 2 പൊസിഷനുകൾ എന്നുള്ളത് വളരെ കൃത്യമായ അടിയൊഴുക്കുകൾ നടന്നിട്ടുണ്ട്. അടിയൊഴുക്കുകൾ ഇനി നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടതുണ്ട്, അത് നാളെ നമുക്കറിയാം. അതെ, കാരണം ആ ഷിഫ്റ്റ് നമുക്കും ഒരു ലേൺ ചെയ്യേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. കാര്യം ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, വോട്ടർമാരുടെ ഞാൻ വയനാട് പറയാൻ ഞാൻ വിട്ടുപോയി. വയനാട് ഭൂരിപക്ഷം ഒരു 2,80,000 സീൽ ചെയ്യാനുള്ള സാധ്യത 3 താഴെയോ? 3 അറൌണ്ട് 3 മാക്സിമം 325. അതിനപ്പുറം പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 3ക്ക് മുകളിലുണ്ടാവും. 4 ഒന്നും എത്തില്ല. 6 lakhs എന്ന് പറയുന്നത് ഒരു സ്വപ്നം മാത്രമേ. പോളിംഗ് ശതമാനം അത്രയും കുറഞ്ഞല്ലോ. അതൊക്കെ എപ്പോഴേ പോയി, പോളിംഗ് ഡേയിൽ തന്നെ പോയി. അപ്പോൾ ഇതാണ് നമ്മളുടെയും നിലപാട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരിക്കുക. നാളെ രാവിലെ 5 മണി മുതൽ തന്നെ നമ്മൾ ഈ കൗണ്ടിംഗ് ഡേയുടെ സ്പെഷ്യൽ ലൈവ് ആരംഭിക്കും. വിശകലനങ്ങൾ ബൂത്ത് തുറക്കാൻ വേണ്ടി നമ്മുടെ റിപ്പോർട്ടർമാരെ വിടും. അവർ തുറക്കത്തില്ല, ഉദ്യോഗസ്ഥന്മാരായിരിക്കും തുറക്കുക. അപ്പോൾ അതെല്ലാം തത്സമയം പ്രേക്ഷകർക്ക് കാണാം. നമ്മുടെ സ്ഥാനാർത്ഥികളുടെ ഒരുക്കങ്ങൾ, അവരുടെ പ്രതീക്ഷകളൊക്കെ പുലർച്ചെ തന്നെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഏകദേശം ഒരു 8:30 കഴിയുന്നതോടുകൂടി പോസ്റ്റൽ ബാലറ്റ് വളരെ കുറച്ചേ ഉള്ളൂ. എനിക്കൊരു 1,000-1,500 എൽഡർലി വോട്ടും ഒക്കെ കൂടി കണക്ക് കൂട്ടിയാൽ അത് കഴിഞ്ഞ് കണക്കുകൾ വരും. 9 മണിയോടുകൂടി ട്രെൻഡുകൾ അറിയാം. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയട്ടെ, ആദ്യം എണ്ണുന്ന 7 റൗണ്ടുകൾ BJPക്ക് അനുകൂലമായിരിക്കും പാലക്കാട്. അത് നമുക്ക് ഇപ്പോഴേ തന്നെ പറയാം. ഫസ്റ്റ് 7 റൗണ്ട്സ് BJPക്ക് അനുകൂലമായിരിക്കും. 7 റൗണ്ട് എണ്ണിത്തീരുമ്പോൾ 4,000-ന് പുറത്ത് കൃഷ്ണകുമാറിന് വോട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, BJP അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്നു. പക്ഷേ 4,000-ൽ താഴെയാണെങ്കിൽ പ്രോ UDF ആയിരിക്കും. നമുക്ക് നോക്കിക്കോളൂ. അത് 7 റൗണ്ട് എണ്ണിത്തീരാൻ ഏകദേശം 10-10:30 ആവത്തുള്ളൂ. 7 റൗണ്ട് വരും 11 മണി കഴിയും. മൊത്തം 14 റൗണ്ടുകളാണ് ഉള്ളത് പാലക്കാട് മാത്രം. അപ്പോൾ കണക്കുകൾ അങ്ങനെയാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരിക്കുക. ആ പൊളിറ്റിക്കൽ സസ്പെൻസ് ത്രില്ലർ നാളെ പ്രേക്ഷകർക്ക് ഏറ്റവും ദൃശ്യമികവോടുകൂടി ഏറ്റവും വേഗത്തിൽ റിപ്പോർട്ടറിൻ്റെ ബൃഹത്തായ റിപ്പോർട്ടർ സംഘം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുൻപിലെത്തിക്കും. ചടുലമായ സ്ക്രീൻ പ്രേക്ഷകർക്ക് കാണാം. ഒരു തരത്തിലും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാത്ത സ്ക്രീൻ പാറ്റേൺ ആണ് റിപ്പോർട്ടർ TV പ്രേക്ഷകർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ തുടരുക. വ്യാജമായ ഒരു കണക്കും നമ്മൾ കൂട്ടിച്ചേർക്കില്ല. കൃത്യമായി ബൂത്തുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരമായിരിക്കും നമ്മൾ പ്രേക്ഷകർക്ക് ഒപ്പം നൽകുക. ആ കണക്കുകൾക്കൊപ്പം നിങ്ങളിരിക്കൂ, ഞങ്ങളും ഉണ്ടാവും. നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം നാളത്തെ കൗണ്ടിംഗ് ഡേ. Meet the editors.